എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വോക്കാസ്പീഡിയയുടെ കേരള എക്കണോമി സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ലാൻഡ് റിഫോംസ് ഇൻ കേരളത്തിലെ ഭൂപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് പൊതുവിൽ ഇപ്പം ഇതിനു മുന്നേ സ്പഷ്ടമായിട്ട് ഇത് സിലബസിൽ വന്നിട്ടുള്ളത് KAS-ലാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിലാണ്. ഇപ്പോൾ പൊതുവെ ഉദ്യോഗാർത്ഥികൾ ഡിസ്റ്റൻസ് ഇടുന്ന ഒരു ടോപ്പിക്കായിട്ട് എന്ത് കണ്ടുവരാറുണ്ട് ഈ ലാൻഡ് റിഫോംസ് എന്നുള്ള ടോപ്പിക്ക്. പൊതുവെ ഉദ്യോഗാർത്ഥികൾക്കൊരു ഒരു വിരക്തി ഉള്ളൊരു ടോപ്പിക്കാണ്. ആ വിരക്തിയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പം ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററി ഇൻവോൾവ് ആണ്, ചരിത്രം ഇൻവോൾവ് ആണ്, ധാരാളം ലീഗൽ ടെർമിനോളജീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലീഗൽ ആൻഡ് റവന്യൂ ടേംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടീഷൻസും പ്രൊവിഷൻസും വരുന്നുണ്ട്. പിന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചടുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ് കേരളത്തിലെ ആ ഒരു ലാൻഡ് റിഫോംസ് നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ 1969 ലാൻഡ് റിഫോംസ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് വന്ന വരെയുള്ള 57 തൊട്ട് 69 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ധാരാളം ഭരണമാറ്റങ്ങളും പ്രസിഡൻസ് റൂളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കൊണ്ടും കൊടുത്തും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണെന്ത് ഈ ഒരു ടിൽ 70 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രീ-90 പീരീഡിൽ കേരളത്തിൽ നടപ്പിലാക്കിയ കൃത്യമായി പറഞ്ഞ 57 തൊട്ട് 69 വരെ നടപ്പിലാക്കിയ വിവിധ ലെജിസ്ലേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ലെക്ചർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഈ ടോപ്പിക്ക് കേരളത്തിലെ ലാൻഡ് റിഫോംസ് എവിടെ പഠിച്ച് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഡിസംബർ 21 അന്നത്തെ റവന്യൂ മിനിസ്റ്ററായിരുന്ന KR ഗൗരിയമ്മ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ദ അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഈ ഒരു ബില്ലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ബില്ലാണ് നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലീഗൽ ടേംസ് ആണെങ്കിലും റവന്യൂ ടേംസ് ആണെങ്കിലും കുറേയൊക്കെ നിങ്ങൾക്ക് അക്വൻറ്റഡ് ആവും, നിങ്ങൾ സുപരിചിതരാവും ഈ ബില്ല് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ. മാത്രമല്ല ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ വീഡിയോ ചെയ്തപ്പോൾ, കാരണം നമുക്കറിയാം അഗ്രികൾച്ചർ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മോഡൽ ലാൻഡ് റിഫോംസ്, ഇന്ത്യയിലെ മോഡൽ ലാൻഡ് റിഫോംസ് ആണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഡയറക്റ്റീവായിട്ട് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ മോഡൽ ലാൻഡ് റിഫോംസിന് താഴെ പറയുന്ന 6 ഫീച്ചേഴ്സ് മോഡൽ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ആര് ഫോളോ ചെയ്യണം? സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ഡയറക്റ്റീവ്സ് ഫോളോ ചെയ്യണം. ഈ കമ്പോണൻസ് തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയും അവിടുത്തെ കൾച്ചറും ഡെമോഗ്രഫിയൊക്കെ നോക്കിയിട്ട് അതിൽ ഉൾപ്പെടുത്തണം. അതായത് സംസ്ഥാന ലാൻഡ് റിഫോംസ് ലെജിസ്ലേഷൻസിൽ അത് ഉൾപ്പെടുത്തണം. അതിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറി ടെന്യൂർസ് അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ ഒരു സംഭാവനയാണെന്ത് ഈ ഫ്യൂഡൽ ലോഡ്സ് അല്ലെ ജന്മിത്വം എന്ന് പറയുന്നത്. അതായത് അത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കിയ ഇന്ത്യയുടെ ഈസ്റ്റേൺ പ്രദേശത്താണെങ്കിൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗങ്ങൾ ബംഗാൾ, ബീഹാർ, ഒഡീഷ ഭാഗങ്ങളിലാണെങ്കിലും, റൈത്ത്വാരി സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കിയ ഈ ഡൗൺ സൗത്ത് അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലാണെങ്കിലും, മഹൽവാരി സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കിയ പഞ്ചാബ് പ്രവിശ്യയിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഈ നികുതി സമ്പ്രദായം കാരണം എമർജ് ചെയ്തു വന്നു? കർഷകർക്കും ഗവൺമെൻറ്റിനും ഇടയ്ക്ക് ഭൂ ഉടമകളായിട്ട് ജമീൻദാസോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സോ ഒക്കെ എമർജ് ചെയ്തു വന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഭക്ഷ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ ഒരു കാരണം ആരാണ്? ഈ ലാൻഡ് ലോഡ്സ് ആണ്, അല്ലെ ജന്മികളാണ്. കാരണം അവരുടെ കയ്യിലാണ് ഭൂസ്വത്ത് മൊത്തം. അവർ ഒരു തരത്തിൽ അടിമത്തമാണ് അവിടുത്തെ ടെനൻസിനോട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം മതിയായിട്ടുള്ള കൂലി നൽകുന്നില്ല, അവർ ഏത് സമയം വേണമെങ്കിലും അവർ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് എവിക്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് അറബിളായിട്ടുള്ള കൾട്ടിവബിൾ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടായിരുന്നിട്ട് പോലും മതിയായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാധ്യത എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. സോ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രതിസന്ധിയുടെ കാരണമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ സംഭാവനയായിട്ടുള്ള ജന്മിത്ത വ്യവസ്ഥ തച്ചുടയ്ക്കുക, അബോളിഷ് ചെയ്യുക എന്നതായിരുന്നു വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഇത്രയധികം ആര് ഭരിച്ചിരുന്ന കാലഘട്ടമാണെങ്കിലും, അത് ബ്രിട്ടീഷ് പ്രവിശ്യയാണെങ്കിലും പ്രിൻസിലി സ്റ്റേറ്റ് ആണെങ്കിലും, കർഷകരായിട്ടുള്ള ടെനൻസ്, കുടിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തിരുന്ന ടെനൻസ് ആയിട്ടുള്ള ആൾക്കാർ നേരിട്ട കൊടിയ പീഡനം. സോ അവർക്കൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള
ടെനൻസി റിഫോം ലെജിസ്ലേഷൻസ് ആണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്. മൂന്നാമത്തെ കമ്പോണൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഞാൻ പറഞ്ഞ വാക്ക് ഓർക്കുക, എന്താണ് റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകൾക്ക് പരമാവധി എത്ര ഭൂസ്വത്ത് അഗ്രികൾച്ചർ ലാൻഡ് കൈവശം വെക്കാമെന്നും അതിനുശേഷം സറണ്ടർ ചെയ്യപ്പെടുന്ന ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സംബന്ധിയായിട്ടുള്ള ലെജിസ്ലേഷൻ ആണെന്ത് ഈ പറയുന്ന സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്. ബാക്കിയുള്ളതെല്ലാം ഓപ്ഷണലാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇത് മാൻഡേറ്ററി ആയിട്ട് നടപ്പിലാക്കേണ്ടിയിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇതിന് മുന്നേ ചെയ്ത നമ്മുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഈ 3 മാൻഡേറ്ററി പ്രൊവിഷൻ, അതായത് നമ്മൾ കേരളയുടെ കോണ്ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിലുള്ള ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എവിടെ പഠിച്ച് തുടങ്ങുവാടേ? നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് 1957 നമ്മൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് നമ്മുടെ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഡിസംബർ 21, 1957 ഡിസംബർ 21, 1957 അതേ വർഷം ഏപ്രിൽ മാസത്തിലാണ് EMS മന്ത്രിസഭ 1957 ഏപ്രിൽ മാസത്തിലാണ് EMS മന്ത്രിസഭ അധികാരത്തിലേറുന്നത്. അവർ അധികാരത്തിലേറിയ ആദ്യത്തെ ആഴ്ച തന്നെ അവർ കൊണ്ടുവന്നൊരു ഓർഡിനൻസ് ആണ് ദ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് 1957. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഈ കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ലിൻ്റെ ഒരു പ്രിലൂഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന, ഒരു ആമുഖം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു നിയമനിർമ്മാണമാണെന്ത് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് 1957 എന്ന് പറയുന്നത്. അതായത് ഈ ഓർഡിനൻസ് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? നമുക്കറിയാം, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങളുമായിട്ട് ഏറെ ഇഴുകി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു പാർട്ടി, രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരെ ബാലറ്റ് പെട്ടിയിലൂടെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് ഇവർ തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം, ഇവർ അക്കൗണ്ടബിൾ ആണ്. എന്താണ്? പ്രത്യേകിച്ച് ഇവിടുത്തെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നുള്ളൊരു ഉറപ്പ് നൽകേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ CPM ലെഡ് ഗവൺമെൻറ്റിനുള്ള, അല്ലെ CPM, അത് അൺഡിവൈഡഡ് CPM ആണ് അന്ന് എന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ആ CPM മന്ത്രിസഭയ്ക്കുണ്ട്. സോ അങ്ങനെ അവർ ആദ്യം എടുത്ത തീരുമാനം തന്നെ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ എവിക്ഷൻ. ലോർഡ് കോൺവാലിസ് 1790-കളിൽ 93 കൃത്യമായിട്ട് പറഞ്ഞ 1793 പെർമനന്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ എവിക്ഷൻ, കുടിയിറക്കലിനെ ആദ്യമേ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നതാണെന്ത് ഈ സ്റ്റേ ഓഫ് എവിക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ ഒരു ഓർഡിനൻസ് കൊണ്ട് തന്നെ എല്ലാ തരത്തിലും അന്നത്തെ കേരള സ്റ്റേറ്റിൽ 56 രൂപം കൊണ്ട കേരള സംസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വെച്ചിരുന്ന പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ കുടിയിറക്കലുകളും എന്തായടെ സ്റ്റേ ചെയ്യപ്പെട്ടു. അങ്ങനെ 50,000-ഓളം കുടുംബങ്ങളാണ് എന്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഈ ഒരു ഓർഡിനൻസ് കൊണ്ട് രക്ഷപ്പെട്ടത്. മാത്രമല്ല സമഗ്രമായ ഒരു ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നത് വരെ ഈ ഓർഡിനൻസ് നിലനിൽക്കും എന്നൊരു വാഗ്ദാനം കൂടി ഈ ഗവൺമെൻറ് നൽകുകയുണ്ടായി. അതായത് ഈ ഓർഡിനൻസ് മീൻസ് മറ്റൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കേരള ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നത് വരെ യാതൊരുവിധ എവിക്ഷനും പാടില്ല. അങ്ങനെ ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഗൗരിയമ്മ അവതരിപ്പിച്ച ബില്ലാണ് കർഷക ബന്ധു ബിൽ 1957. നമ്മൾ കാർബൺ അതിനെ വിളിക്കാം, കേരള അഗ്രേറിയൻ റിലേഷൻസ് ബിൽ 1957. സോ ഈ സെഷനിൽ ഈ ബില്ല് റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്കി ലെജിസ്ലേഷൻ എവിടെ വരെ നമ്മൾ പഠിക്കണം? 1969 കേരള ലാൻഡ് റിഫോംസ് ആക്ട്, അമെൻമെൻറ്റ് ആക്ട് വരെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൻ്റെ എല്ലാം ഒരു ഫണ്ടമെൻ്റൽ ബേസിസ് ആണ്. സോ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആവശ്യമുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക. അപ്പം ഈ ബില്ലിന് ഗൗരിയമ്മ അവതരിപ്പിച്ച ഈ ബില്ലിന് 86 വകുപ്പുകൾ അല്ലെങ്കിൽ 86 സെഷൻസ് ഉണ്ടായിരുന്നു. 4 ചാപ്റ്റേഴ്സും 3 ഷെഡ്യൂളുമായിട്ടാണ് 4 ചാപ്റ്റേഴ്സും 3 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. ഈ 86 സെക്ഷൻസ് സ്പ്രെഡ് ചെയ്ത് കിടന്നത് 4 ചാപ്റ്റേഴ്സിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 4 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ചാപ്റ്റർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോസറി, ടേംസ്, ഇൻട്രൊഡക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ ടേംസ്, ലീഗൽ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെഷൻ 1ഉം 2ഉം അടങ്ങിയ പ്രിലിമിനറി ചാപ്റ്ററാണ് ചാപ്റ്റർ 1. ഇതൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് വിഷയത്തിലൊരു താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, കാണാതെ പഠിക്കാതിരിക്കുന്നതിന് വേണ്ടി സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം 4 ചാപ്റ്റേഴ്സ്, 86 സെക്ഷൻസ്, 86 സെക്ഷൻ 4 ചാപ്റ്റേഴ്സിലായിട്ട് വിരിച്ചിട്ടിരിക്കുന്ന ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്?
ആരവതരിപ്പിച്ചത്? KR ഗൗരിയമ്മ അവതരിപ്പിച്ചത്. മാത്രമല്ല 3 ഷെഡ്യൂൾസും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഷെഡ്യൂൾസ് എന്താണെന്നുള്ളത് വരുന്ന വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ഒന്ന് പറഞ്ഞ്. ചാപ്റ്റർ 1 എന്താണ്? ചാപ്റ്റർ 1 ആണ് ഗ്ലോസറിയും ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻസ്, ടേംസ്, ടെർമിനോളജീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രിലിമിനറി സെഷൻ അടങ്ങിയതാണത്. സെഷൻ 1ഉം 2ഉം അടങ്ങിയതാണ് ചാപ്റ്റർ 1. ഇനി അടുത്തത് ചാപ്റ്റർ 2 3 മുതൽ 9 വരെ, സെഷൻ 3 മുതൽ 9 വരെ. അതാ നോക്കേ, എന്താണത്? പ്രൊവിഷൻ റിഗാർഡിംഗ് ടെനൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരിയമ്മ അവതരിപ്പിച്ച ഈ അഗ്രേറിയൻ റിലേഷൻ ബില്ല് എന്തുമായിട്ട് ഫോളിങ് ഇൻ ലൈനാണ്, എന്തുമായിട്ട് ഒത്തു പോകുന്നുണ്ട്? നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച മോഡൽ ലാൻഡ് റിഫോമിൻ്റെ ഡയറക്റ്റീവായിട്ട് ഒത്തു പോകുന്നുണ്ട്. കാരണം അതിലൊരു മാൻഡേറ്ററി ഫീച്ചറാണെന്ത്? ടെനൻസി റിഫോംസ് സംസ്ഥാനങ്ങൾ നിയമം വഴി നടപ്പിലാക്കണമെന്നുള്ളത്. സോ ഇതാ കണ്ടു നോക്കൂ, ചാപ്റ്റർ 2-ൽ എന്തുകൊണ്ട്? ടെനൻസി ആയിട്ട് ബന്ധപ്പെട്ട്, കുടികിടപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റിഫോംസ് അടങ്ങിയിട്ടുണ്ട്. സെഷൻ 3 തൊട്ട് 9 വരെ. സെഷൻ 3 തൊട്ട് സെഷൻ 9 വരെ. ഇനി അടുത്തതാണ് ചാപ്റ്റർ 3, ലാൻഡ് സീലിംഗ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ പ്രൊവിഷൻ. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും മോഡൽ ലാൻഡ് റിഫോംസിലെ ലാൻഡ് സീലിംഗ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ അല്ലേ ചാപ്റ്റർ 3? 60 തൊട്ട് 74 വരെയുള്ള കാര്യങ്ങളാണെന്ത് ചാപ്റ്റർ 3-ൽ വരുന്നത്. ലാൻഡ് സീലിംഗും റീഡിസ്ട്രിബ്യൂഷനുമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സീലിംഗ് നിശ്ചയിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് സറണ്ടർ ചെയ്യപ്പെടുന്ന ലാൻഡ് അനുയോജ്യരായിട്ടുള്ള ആളുകൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ, ഈ പോർഷനൊക്കെ പറയുമ്പോൾ ഡൗട്ട്സ് ഒക്കെ വരും. ഈ പിടിച്ചെടുത്ത ലാൻഡ് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യിപ്പിച്ച ലാൻഡ് എങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഫ്രീ ഓഫ് കോസ്റ്റിലാണോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? അതെല്ലാം ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. ഇനി ചാപ്റ്റർ 4 മിസലേനിയസ് ആണ്. അപ്പോൾ ഈ ഏതൊരു ലോ പഠിക്കുമ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 86 സെഷന് 4 ചാപ്റ്ററും 3 ഷെഡ്യൂളും അടങ്ങിയ ഒരു ബില്ലാണ് കാർബൺ എന്നറിയപ്പെടുന്ന കേരള അഗ്രേറിയൻ റിലേഷൻ ബില്ല് 1957 ബൈ KR ഗൗരിയമ്മ. ഓക്കെ, അപ്പോൾ അതിലെ ചാപ്റ്റർ 2-ൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്താണ്? പ്രൊവിഷൻസ് റിഗാർഡിംഗ് ടെനൻസി. ടെനൻസി സംബന്ധിയായിട്ടുള്ള പ്രൊവിഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, നിലവിൽ കേരളത്തിലെ കൃഷിഭൂമിയിൽ ഏതെങ്കിലും രീതിയിൽ ടെനൻസായിട്ട് കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും ഫിക്സിറ്റി ഓഫ് ടെനുവർ നൽകുക, അവരെ അവിടെ സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ അവിടുന്ന് ആർബിട്രറി ആയിട്ട് പുറത്താക്കുന്നത് തടയുക എന്നതാണ് ചാപ്റ്റർ 2-ലെ പ്രൊവിഷൻസ് അടിസ്ഥാനപരമായിട്ടും. സോ അതാണ് ഇവിടെ പറയുന്നത്, ഫിക്സിറ്റി ഓഫ് ടെനുവർ ഓൺ ഓൾ ടൈപ്പ് ഓഫ് ടെനൻസ്. ആരൊക്കെയാണ് അന്നത്തെ നിലവിലുണ്ടായിരുന്ന ടെനൻസ്? ഈ ലോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെനൻസ് കുടികിടപ്പുകാർ, വറാംദാർസ്. ഉച്ചാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. വാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടം എന്നുള്ളത് പോലൊരു ടേമാണ്. വാരംദാസ്, ഓടച്ചാത്തൂർദാസ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഹിസ്റ്ററി നിങ്ങൾ അറിയണം. മലബാർ, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൻകൂർ, കൊച്ചിൻ, കാസർഗോഡ് പ്രദേശം, ഈ 3 ഭാഗത്തുമുള്ള ലാൻഡ് യൂസ് പാറ്റേൺ, നമുക്ക് ലാൻഡ് യൂസ് പാറ്റേൺ സിലബസിലുണ്ട്. അപ്പോൾ കേരള എക്കണോമിക് റിവ്യൂ ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് യൂസ് പാറ്റേൺ ആണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കൂടെ അറിയണം. കാരണം ആ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഈ എന്താ പറയണ്ടേ, കേരളത്തിലെ ഈ ഡിവിഷൻസ്, മലബാറെന്നും കാസർഗോഡെന്നും സെൻട്രൽ കേരള അല്ലെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ എന്നൊക്കെ സൗത്ത് നിന്നൊക്കെ തിരിച്ച് പഠിക്കുമ്പം ഇവിടെ നിലനിന്നിരുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതെല്ലാം പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ കേരള ലാൻഡ് യൂസ് പാറ്റേണിൽ കറണ്ട് സിനാരിയോ പറയുന്നതിനോടൊപ്പം തന്നെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈം ആൻഡ് ഏർലി ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ടേംസും ടെർമിനോളജിയും കൂടെ ഒരു സെഷനായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു അനക്ഷർ പോലെ ഞാനത് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ലോയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ടെനൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? കുടികിടപ്പുകാരുണ്ട്, വരാംദാസ് ഉണ്ട്, അതുപോലെ തന്നെ ഓടച്ചാർത്തൂർദാസ്. ഇതൊക്കെ ആരാണെന്ന് നോക്കട്ടെ. വരാംദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരം അല്ലെങ്കിൽ പാതിവാരം അല്ലെങ്കിൽ പങ്കുവോരം, പങ്കുപാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ക്രോപ്പേഴ്സ് ആണ് അവർ. ഓക്കെ, പേഴ്സൺ ഹൂ അണ്ടർ സിസ്റ്റംസ് ലൈക്ക് വാരം, പതിവാരം, പങ്കുവാരം, പങ്കുപാട്ടം എഗ്രീസ് വിത്ത് ഓണർ, ലാൻഡ് ഓണറുമായിട്ടൊരു ധാരണയിലെത്തുന്നു, അല്ലെങ്കിൽ ലോഫുൾ പൊസസർ ഓഫ് ദ ലാൻഡുമായിട്ടൊരു ധാരണയിലെത്തുന്നു. എന്താണ്? ടു കൾട്ടിവേറ്റ് ദാറ്റ് ലാൻഡ് ആൻഡ് ഷെയർ ഇറ്റ്സ് പ്രൊഡ്യൂസ് വിത്ത് ദം. അവിടെ കൃഷി ചെയ്ത് അതിൻ്റെ പ്രൊഡ്യൂസ് എന്ത് ചെയ്യാം? ഈ ലാൻഡ് ഓണറുമായിട്ട് ഷെയർ ചെയ്തോളാം എന്നുള്ള ധാരണയിലെത്തുന്ന ടെനൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? വാരംദാർ. ഇംഗ്ലീഷിൽ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? ഷെയർ ക്രോപ്പേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ടെനൻസി എന്താണ്? ഷെയർ ക്രോപ്പേഴ്സ് ആണ്. ഈ ബില്ല് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ബില്ല് അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? അവരിലോട്ട് എക്സ്റ്റെൻഡഡ് ആണ്. അവർക്ക് ഈ ബില്ലിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? അവർക്ക് ഈ ബില്ലിൽ നിന്ന് ഈ പറയുന്നത് പോലെ നേട്ടമുണ്ട്. അതാണ് വാരംദാസ്. ഇനി ആരാണ് ഓടച്ചാർത്തൂദാസ്?
ഓടച്ചാർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഫോർ കട്ടിംഗ് ബാമ്പു, മുള വെട്ടാൻ ലൈസൻസ് കിട്ടിയ ആൾക്കാരെ, അതായത് വയനാടിൻ്റെ തെക്കും വടക്കും അതുപോലെ തന്നെ തെക്കും വടക്കും അതുപോലെ തന്നെ ഏറനാട് പ്രദേശത്ത് മുള വെട്ടാനായിട്ട് ലൈസൻസ് അനുവദിച്ചിട്ടുള്ള ആൾക്കാരെയാണ് ഓടച്ചാർത്തുകാരെന്ന് പറയുന്നത്. ഓടച്ചാർത്തുകാർ ഈസ് എ പേഴ്സൺ ഹോൾഡിംഗ് സച്ച് എ ലൈസൻസ് ഇംപ്ലൈങ് ദിയർ റിലേഷൻഷിപ്പ് ടു ദ ലാൻഡ് ഈസ് റിലേറ്റഡ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് റിസോഴ്സസ് ലൈക്ക് ബാമ്പു റാദർ ദാൻ ജനറൽ അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ ഇൻ ദ സെയിം വേ ഷെയർ ക്രോപ്പർ മൈറ്റ് ബി. അപ്പം ഇവരിൽ നിന്ന് വ്യത്യാസമായി എന്താണ്, ഈ കൃഷിയിടങ്ങളിൽ നിന്ന് സർട്ടൺ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ലൈസൻസ് നേടിയിട്ടുള്ള ടെനൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓടച്ചാർത്തുകാരെന്നുള്ളത്. ഇനി ആരാണ് കുടികിടപ്പുകാർ? കുടികിടപ്പുകാരാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു അടിമത്ത വ്യവസ്ഥയിൽ ഈ പറയുന്ന കുടില് കെട്ടി ഏതെങ്കിലും ഒരു ലാൻഡ് ഓണറുടെ ജന്മിയുടെ ഭൂസ്വത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെയാണെന്തെന്ന് പറയുന്നത് കുടികിടപ്പുകാരെന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയോ ഭൂസ്വത്തോ ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്താണ്, ഒരു താൽക്കാലിക മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റിൽ ഒരു കുടില് കെട്ടി താമസിക്കുന്ന ആൾക്കാരാണ് ആര്, കുടികിടപ്പുകാരൻ എന്ന് പറയുന്നത്. അപ്പം ദേ ആർ എക്സ്പ്ലിസിറ്റ്ലി ഓർ ഇംപ്ലിസിറ്റ്ലി, വാക്കാലോ അല്ലെങ്കിൽ ധാരണയാലോ തെളിഞ്ഞോ ഒളിഞ്ഞോ അവർക്ക് ലാൻഡ് ഓണർ ഒരു കൺസെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരുവിധ അവകാശവും ആ ഭൂമിയുടെ മേലില്ല. ഒരു ബേസിക് ഒക്കുപ്പൻസി റൈറ്റ്സ് മാത്രമേ അവർക്കുള്ളൂ. ഏത് സമയം അവർ അവിടെ നിന്ന് എന്ത് ചെയ്യാം, എവിക്റ്റ് ചെയ്യപ്പെടാം. അപ്പം ഇവരിലേക്ക് ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന ടെനൻസിനും അങ്ങനെ എവിക്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അവർക്ക് എന്ത് വേണം, അവർക്കൊരു ഫിക്സിറ്റി ഓഫ് ടെന്യൂർ നൽകണം എന്നുള്ള പ്രൊവിഷൻ എവിടെ ഉണ്ട്, ചാപ്റ്റർ 2 അങ്ങനെ ഫിക്സിറ്റി ഓഫ് ടെന്യൂർ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണോടെ? ഒന്ന്, ലാൻഡ് റിസംഷൻ ബൈ ലാൻഡ് ഓണർ. ലാൻഡ് ഓണർ അവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുന്നതിന് വ്യവസ്ഥ വരണം. ലാൻഡ് ഓണർ അവരെ പുറന്തള്ളിക്കൊണ്ട് അവരെ അവിടുന്ന് എവിക്റ്റ് ചെയ്തുകൊണ്ട് ഭൂമി പിടിച്ചെടുക്കുന്നതിന് 3 സ്ട്രിക്റ്റ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഒരാളെയും എവിക്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഭൂമി റിലീജിയസ് വർഷിപ്പിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഭൂമി റെസിഡൻഷ്യൽ പർപ്പസ്, അവർക്ക് ലാൻഡ് ഓണേഴ്സിന് വീട് വെക്കുന്ന ആവശ്യത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ സ്വന്തം കൾട്ടിവേഷൻ ആവശ്യത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം. കുടികിടപ്പുകാരൻ്റെ പ്രൊവിഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ലാൻഡ് റിസപ്ഷൻ നേരത്തെ പോലെ ആർബിട്രറി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. 3 കണ്ടീഷൻസ് ഈ ആക്ട്, ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്താൽ മാത്രമേ ലാൻഡ് റിസംഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടെ, ലാൻഡ് റെസ്യൂം ചെയ്യുക. ആര് ലാൻഡ് റെസ്യൂം ചെയ്യുക? ലാൻഡ് ഓണർ ലാൻഡ് റെസ്യൂം ചെയ്യുക. അതിന് 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് ചുരുക്കം. ഓക്കെ, ഇനി അടുത്തതാണ് ഈ കുടിയാന്മാർ അനുഭവിച്ചിരുന്ന മറ്റൊരു പ്രശ്നമാണ് റെൻറ്റിൻ്റെ രൂപത്തിലുള്ള പ്രശ്നം. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ വലിയ റെൻ്റാണ്. പ്രൊഡ്യൂസിൻ്റെ 50%, 60%, 80% ഒക്കെ റെൻ്റാണ് ഈ ലാൻഡ് ഓണേഴ്സ് ഇവരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വെയർ ലെഫ്റ്റ് വിത്ത് നത്തിങ്. ഓക്കെ, ഈവൻ മിയർ സബ്സിസ്റ്റൻസിന് പോലും ഉള്ള വക ആർക്ക് കിട്ടാറില്ലായിരുന്നു, ഈ എസ്പെഷ്യലി ഈ കുടികിടപ്പുകാർക്ക് കിട്ടാറില്ലായിരുന്നു. സോ അതിനെന്താണ് പരിഹാരം? അതിന് ഈ സ്കെയിലിംഗ് ഡൗൺ ഓഫ് അരിയേഴ്സ്, മുമ്പ് ഇവരുടെ മേൽ അക്യൂസ് ചെയ്തിട്ടുള്ള റെൻറ്റ് അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ക് പേപ്പേഴ്സ് അല്ലെങ്കിൽ സപ്ലൈ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കൊടുത്ത് തീർക്കാനുള്ള അരിയേഴ്സ് സംബന്ധിച്ച് ഒരു ഡേറ്റ് ഓർത്തിരിക്കുക, 11 ഏപ്രിൽ 1957. ഇതാണ് ഓർഡിനൻസ് പ്രൊക്ലെയിം ചെയ്ത ഡേറ്റാണ്. ഈ ഡേറ്റ് ഒരു ബേസ് ഇയർ ആയിട്ട് വെച്ചുകൊണ്ട്, ഈ ഡേറ്റും ഇയറും ബേസ് ഇയർ ആയിട്ട് വെച്ചുകൊണ്ട് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ആർക്ക് നൽകി? ഈ ടെനൻസിന് നൽകി. എന്താണ് 1 ടൈം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ? ഇവരെ ഫുള്ളി അരിയേഴ്സിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഈ ആക്ടിൽ, കാർബ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 1 പ്രകാരമുള്ള, ഷെഡ്യൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ, ഷെഡ്യൂൾ 1 പ്രകാരമുള്ള കാർബ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ 1 പ്രകാരമുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റെൻറ്റ് ബേസ്, അത് ഇളവ് ചെയ്താൽ കൊടുക്കുന്ന അരിയസ് മൊത്തം അടയ്ക്കേണ്ട പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്പെസിഫിക് എമൗണ്ട് ഈ നിയമം, കാർബ് നിയമം എനാക്റ്റഡ് ആവുന്നത് 1959 എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഈ നിയമം എനാക്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഈ സ്പെസിഫിക് എമൗണ്ട്, ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ എത്തിച്ചേരുന്ന സ്പെസിഫിക് എമൗണ്ട് അടച്ചു തീർക്കാമെങ്കിൽ അതുവരെ ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അരിയേഴ്സിൽ നിന്നും ഈ ടെനൻസ് എന്താവും, ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവും. അത് ടെനൻസിനൊരു ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും ടെനൻസിന് അതൊരു വലിയ ആശ്വാസമാണ്. ഇതെല്ലാം പ്രോഗ്രസീവാണ്. അതായത് CPM മന്ത്രിസഭ കൊണ്ടുവന്ന KR ഗൗരിയമ്മ അവതരിപ്പിച്ച ഈ കാർബ് എന്ന് പറയുന്ന ബില്ല് എത്രത്തോളം റെവല്യൂഷണറിയും
ഈ എന്താ പറയണ്ടേ, കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച മോഡൽ റിഫോംസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും പ്രോഗ്രസീവ് ആണെന്നുള്ളത് ഈ ഫീച്ചേഴ്സൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നില്ലേ? അപ്പം അരിയേഴ്സ് കുറച്ച് കൊടുക്കുന്നുണ്ട്, അവരെ അവിടുന്ന് പുറന്തള്ളുകയാണെങ്കിൽ, മീൻസ് അവരുടെ കണ്ടീഷൻസിന് വിധേയമല്ലാതെ ലാൻഡ് ഓണർക്ക് വീണ്ടെടുക്കുന്നതിന് സാധിക്കുന്നില്ല, അതിൽ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. ഇനി അടുത്ത നോക്കൂ, ഫിക്സിറ്റി ഓഫ് ടെന്യൂർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ കുടികിടപ്പുകാരൻ്റെ ഫിക്സിറ്റി ഓഫ് ടെന്യൂർ കണ്ടീഷണലാണ്. കുടികിടപ്പുകാരാണല്ലോ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, ബാക്കിയുള്ളവർ എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരാണ്. ബാക്കി ജനറലി കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരായിട്ടുള്ള മീൻസ് എന്താ പറയേണ്ടത്, ലീഗൽ റൈറ്റ്സ് ഇല്ലാത്ത ആൾക്കാരെല്ലാം നിങ്ങൾ കുടികിടപ്പുകാരെന്നങ്ങ് അസ്യൂം ചെയ്യും. അവർക്ക് ഫിക്സിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട്? ഫിക്സിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. അവരുടെ ടെന്യൂർ നഷ്ടപ്പെടാം സർട്ടൻ കണ്ടീഷൻസ്. കുടികിടപ്പുകാരൻ ഈ ഭൂമി അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ ലാൻഡ് ഏലിയനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ ടെന്യൂർ എടുത്ത് മാറ്റാൻ ലാൻഡ് ഓണർക്ക് പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൺ കണ്ടീഷൻസ്. കുടികിടപ്പുകാരൻ ഹാഡ് നോട്ട് ഏലിയനേറ്റഡ് ഇസ് കുടികിടപ്പ്, അയാൾ ഏലിയനേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാളെ പുറത്താക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാം? അയാളെ എവിക്റ്റ് ചെയ്യാം. അയാൾ അത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാളെ എവിക്റ്റ് ചെയ്യാം. ഇനി കുടികിടപ്പുകാരൻ ഇത് ദീസ് ആർ ആക്ച്വലി എന്താ പറയണ്ടത്, വളരെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർ ചിലപ്പം ചില ടേംസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിത് ഫർദർ ഏതെങ്കിലും രീതിയിൽ ലീസ് ചെയ്തിട്ടോ റെൻറ്റ് ചെയ്തിട്ടോ ഉണ്ടോ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താ പറയണ്ടേ ക്രമക്കേടുകൾ അവർ കാണിച്ചിട്ടുണ്ടോ? കുടികിടപ്പുകാരൻ തങ്ങളിപ്പോൾ കുടികിടക്കുന്ന പോർഷൻ അവരവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്യാതെ കൃഷി ചെയ്യാതെ ശ്രദ്ധിക്കാതെ മറ്റാർക്കെങ്കിലും വാക്കാലോ മറ്റോ ഇതിൽ റെൻറ്റ് ചെയ്യുകയോ ലീസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ എവിക്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷേ എവിക്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുടികിടപ്പുകാരനെ എവിക്റ്റ് ചെയ്യാൻ പാടില്ല. അയാൾ മറ്റാർക്കെങ്കിലും ഇത് കൈമാറിയിട്ടില്ലെങ്കിലോ റെൻറ്റഡ് ആയിട്ടോ ഏതെങ്കിലും സബ് കോൺട്രാക്റ്റ് ആയിട്ടോ ഇത് നൽകിയിട്ടില്ല എങ്കിലും അയാളെ എവിക്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി കുടികിടപ്പുകാരൻ ഹാഡ് നോട്ട് സീസ്ഡ് ടു റിസൈഡ് ഇൻ ഹിസ് കുടികിടപ്പ് കണ്ടിന്യൂസ്ലി ഫോർ 1 year. 1 വർഷത്തിലധികം ആയി കുടികിടപ്പുകാരൻ അവിടെ താമസിക്കുന്നില്ല എങ്കിൽ, 1 വർഷത്തിലധികമായി അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല എങ്കിൽ അയാളെ എവിക്റ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഒരു 6 മാസമൊക്കെ മാറി നിന്നു എന്ന് കരുതി അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? എവിക്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഈ കുടികിടപ്പുകാരന് സമാനമായിട്ടുള്ള മറ്റ് കുടികിടപ്പുകൾ ഇല്ലാത്ത പക്ഷം അയാളെ എവിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എവിക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. ഇതെല്ലാം എവിക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അയാളെ എവിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം ഇവിടെ ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നതാണ്. എവിക്ഷൻ എന്താണ്? പ്രൊസീജിയർ കൊണ്ടുവന്നത്. നേരത്തെ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. നൗ വി ഹാവ് സം പ്രൊസീജിയേഴ്സ് ഇൻ പ്ലേസ്. ഓക്കെ, ഇനി ഇത്രയൊക്കെ ആണെങ്കിലും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ ഒരു കുടികിടപ്പുകാരനെ ഇപ്പോൾ നിയമം വഴി എവിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇരിക്കെ തന്നെ ലാൻഡ് ഓണർക്ക് വേണമെങ്കിൽ ഒരു കുടികിടപ്പുകാരനെ അയാളുടെ നിലവിലുള്ള കുടികിടപ്പിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് എന്ത് ചെയ്യാം? 1 മൈൽ വ്യത്യാസത്തിൽ, ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ മറ്റൊരിടത്തേക്ക് അയാളെ എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെയും കണ്ടീഷനുണ്ട്. അങ്ങനെ ചെയ്യുമ്പം ലാൻഡ് ഓണർ അയാൾക്ക് കുടില് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൈസ നൽകണം. അവിടെ കുടില് കെട്ടാനുള്ള പൈസ നൽകണം. ഇനി പുതുതായിട്ട് ഇയാൾക്ക് കൊടുക്കുന്ന സ്ഥലത്ത് വെറുതെ കുടികിടപ്പ് മാത്രം കൊടുത്താൽ പോരാ, ഓണർഷിപ്പ് റൈറ്റ്സ് പ്രമാണം ചെയ്തു കൊടുത്തിരിക്കണം. അങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുടില് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ വീട് പണിഞ്ഞു കൊടുക്കണം, പ്ലസ് ഓണർഷിപ്പ് റൈറ്റ്സും കൺഫർ ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പുതിയ സൈറ്റിൻ്റെ എത്ര ഭൂമി അയാൾക്ക് നൽകണം? മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 5 സെൻറ്റിൽ കുറയാതെയും, മറ്റ് സൈറ്റുകളാണ് എങ്കിൽ 10 സെൻറ്റിൽ കുറയാതെയും കുടികിടപ്പുകാരന് കൊടുക്കണമെന്ന് ഈ കാർബ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നിങ്ങൾ നോക്കേടേ, പ്രോഗ്രസീവ് അല്ലേ ഇതൊക്കെ? എന്ന് പറഞ്ഞാൽ കുടികിടപ്പുകാരുടെ ടെനൻസി, ഞാൻ അതാ പറഞ്ഞത്, ഈ കാർബ് ആക്ട് പ്രധാനമായിട്ടും ഏത് ഭാഗത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ടെനൻസി റിഫോംസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അരിയേഴ്സിൻ്റെ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഞാൻ പറഞ്ഞു. ഇനി റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? പരമാവധി റെൻറ്റ് 6 രൂപ പെർ ആനം. 1 വർഷത്തെ ആനുവൽ റെൻറ്റ് എത്രയായിട്ട് നിജപ്പെടുത്തി? ഈ ആക്ട് നിലവിൽ വന്ന ശേഷം പരമാവധി 6 രൂപ മാത്രമേ 1 വർഷം റെൻ്റായിട്ട് ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഓക്കെ, സോ ഇത്രയാണ് ചാപ്റ്റർ 2 ആയിട്ട് ബന്ധപ്പെട്ട് കാർബ് ബില്ലിൽ അടങ്ങിയിട്ടുള്ള പ്രൊവിഷൻ. നമ്മളിത് റെഫറൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ബാക്കി ലാൻഡ് റിഫോംസ് എല്ലാം ഇറ്റ് വിൽ മേക്ക് സെൻസ്. ഇനി അടുത്തതാണ് ചാപ്റ്റർ 3 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ലാൻഡ് സീലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റീഡിസ്ട്രിബ്യൂഷൻ പ്രൊവിഷൻ. സെഷൻ 60 തൊട്ട് 74 വരെയാണ്. നമുക്കറിയാം മോഡൽ ലാൻഡ് റിഫോംസിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണെന്ത്? ലാൻഡ് സീലിംഗ് എന്നുള്ളത്. സോ അത് കേരളത്തിൽ ഫസ്റ്റ് മിനിസ്ട്രി ഗൗരിയമ്മയുടെ ബില്ലിൽ എങ്ങനെയാണ് ഈ ലാൻഡ് സീലിംഗ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയാണ് ലാൻഡ് സീലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊവിഷൻ? ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ലാൻഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ഭൂമി അൺഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നു.
പല പ്രദേശങ്ങളിലും പലരുടെ കയ്യിലും എക്സസ് ലാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ പലരുടെ കയ്യിലും എന്താണ്, ലാൻഡ് അക്യുമുലേറ്റഡ് ആണ്. നമുക്കറിയാം നമ്മുടെ DPSPയിൽ വരുന്ന 2 പ്രൊവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നൗ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എന്താണ് എനാക്റ്റഡ് ഇൻ ഇന്ത്യ അല്ലേ? ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്റ്റഡ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്ന 2 വ്യവസ്ഥകൾ എന്താണ്? ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത്. സോ ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എനാക്ട് ചെയ്തുകൊണ്ടുള്ള, ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എൻഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊവിഷനാണെന്ത്? ലാൻഡ് സീലിംഗ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡും എക്സസീവ് അക്യുമുലേഷൻ ഇൻ സർട്ടൺ ഹാൻഡ്സും ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലാൻഡ് സീലിംഗ് പ്രൊപ്പോസ് ചെയ്യുകയാണ്. എത്രയാണ് ലാൻഡ് സീലിംഗ്? ലാൻഡ് സീലിംഗ് പ്രൊപ്പോസ് ചെയ്തത് ഒരു ഡബിൾ ക്രോപ്പ് റൈസ് ഫീൽഡ് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് അതിൻ്റെ ഇക്വലൻ്റ് ആണ്, ഡബിൾ ക്രോപ്പ് റൈസ് ഫീൽഡാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് 15 ഏക്കറാണ് അന്ന് ലാൻഡ് സീലിംഗ് ആയിട്ട് കാർബിൽ പ്രൊപ്പോസ് ചെയ്യപ്പെട്ടത്. എന്താണ്? ഒന്നുകിൽ 15 ഏക്കർ ഓഫ് ഡബിൾ ക്രോപ്പ് റൈസ് ഫീൽഡ്, അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടൊരു ലാൻഡാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, റെഫറൻസ് ആയിട്ട് എടുത്തത്. 15 ഏക്കർ ഡബിൾ ക്രോപ്പ് പാഡി ഫീൽഡ്, അല്ലെങ്കിൽ അതിന് തത്തുല്യം. ഓക്കെ, അപ്പോൾ 15 ഏക്കർ മാത്രമേ എന്ത് പാടുള്ളൂ? ഒരു ഡബിൾ ക്രോപ്പ് പാഡി ഫീൽഡ് ഒരു കൈവശം വെക്കാൻ പാടുള്ളൂ. ഇനി ആർക്കാണ് ഈ ലിമിറ്റ് വരുന്നത്? ഈ 15 ഏക്കറിൻ്റെ ലിമിറ്റ് ആരുടെ മേലാണ് വരുന്നത്? ഒരു വിവാഹിതനല്ലാത്ത വ്യക്തിയുടെ ലിമിറ്റാണിത്. വിവാഹിതനല്ലാത്ത വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്പൗസോ കുട്ടികളോ ഇല്ലെന്നല്ലേ അർത്ഥം. ലീഗലി മാരീഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റാം തടിയാണ്. അയാൾക്ക് 15 ഏക്കർ ഓഫ് ഡബിൾ ക്രോപ്പ് റൈസ് ഫീൽഡ് എന്ത് ചെയ്യാം? ഡബിൾ ക്രോപ്പ് റൈസ് ഫീൽഡ് എന്ത് ചെയ്യാം? കൈവശം വെക്കാം. അതാണ് സീലിംഗ് ലിമിറ്റ്. 16 ഏക്കർ പറ്റത്തില്ല. ഇനി അൺമാരീഡ് കഴിഞ്ഞാൽ അടുത്ത ആരാണ്? ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ് ആണ് എങ്കിൽ അവർക്കും 15 ഏക്കറാണ്. ഇനി ആ കുടുംബത്തിൽ ഓരോ എക്സ്ട്രാ അംഗം വരുന്നതിനനുസരിച്ചും ഓരോ ഏക്കർ അഡീഷണലി കീപ്പ് ചെയ്യാം. ഓക്കെ, 5 അംഗങ്ങൾക്ക് 15 ഏക്കർ എന്ന് പറയുമ്പോൾ എത്രയാടേ? ആൾക്ക് 3 ഏക്കർ വെച്ചിട്ടായി. ഇനി 6ാമതൊരു അംഗം ഉണ്ടെങ്കിൽ അവർക്ക് 1 ഏക്കറും കൂടെ എന്ത് ചെയ്യാം? പരമാവധി 1 ഏക്കറും കൂടെ കൂട്ടാം, 1 ഏക്കർ കൂടെ വെക്കാം. പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. മാക്സിമം 25 ഏക്കർ. ഫാമിലി ആണ് എങ്കിൽ 5 അംഗ ഫാമിലി ആണെങ്കിൽ 15 ഏക്കർ, മാക്സിമം 25 ഏക്കർ അപ്പോൺ അഡീഷൻ ഓഫ് എക്സ്ട്രാ മെമ്പേഴ്സ്. 1 ഏക്കർ വെച്ച് ആഡ് ചെയ്ത് എത്ര വരെ പോകാം? 25 ഏക്കർ വരെ പരമാവധി ഹോൾഡ് ചെയ്യാം. ഇതാണെന്ത്? അന്നത്തെ കാർബ് പ്രകാരമുള്ള ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സസ് ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഇപ്പോൾ 15 ഏക്കർ കഴിഞ്ഞ ഒരു അൺമാരീഡ് പേഴ്സൻ്റെ കയ്യിൽ 20 ഏക്കർ ഉണ്ടെങ്കിൽ അയാൾ എത്ര സറണ്ടർ ചെയ്യണം? 5 ഏക്കർ സറണ്ടർ ചെയ്യണം. ഈ 5 ഏക്കർ സറണ്ടർ ചെയ്യുമ്പം അയാൾക്ക് എന്താണ് നേട്ടം? അയാൾക്ക് നേട്ടമുണ്ട്, അവർക്ക് കോമ്പൻസേഷൻ കിട്ടും. എന്ത് പ്രകാരമുള്ള കോമ്പൻസേഷൻ കിട്ടും? നമ്മൾ പറഞ്ഞില്ലേ ഈ ആക്ടിന് 3 ഷെഡ്യൂൾ ഉണ്ടെന്ന്. അതിലെ സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ള ആ ലാൻഡിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷന് ആർക്ക് അർഹതയുണ്ട്? ലാൻഡ് സീലിംഗ് നിയമത്തിന് വിധേയമായി ലാൻഡ് സറണ്ടർ ചെയ്യുന്ന ആളുകൾക്ക് അർഹതയുണ്ട്. ഓക്കെ, ഇനി ലാൻഡ് സീലിംഗ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ പ്രൊവിഷന് എക്സംഷൻ, ഇളവുകളോ ഒഴിവാക്കലോ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എക്സംഷൻസും എക്സെപ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 15 ഏക്കറിൻ്റെ അല്ലെങ്കിൽ ഇക്വലൻ്റ് 15 ഏക്കർ പാഡി ഫീൽഡ് അല്ലെങ്കിൽ ഇക്വലൻ്റ് എന്ന് പറയുന്ന ലാൻഡ് സീലിംഗ് ഏതിനൊക്കെ ബാധകമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്ല് അല്ലെങ്കിൽ ഫാക്ടറി ആവശ്യത്തിനായിട്ടുള്ള ലാൻഡ് ആണ് എങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാം? ഇതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ടുള്ള റബ്ബർ, ടീ, കോഫി ആൻഡ് ഏലം, ഇതിൻ്റെ കേസിലും എന്ത് ചെയ്യാം? 15 ഏക്കർ പ്ലസ് ഹോൾഡ് ചെയ്യാം. ഇതിൻ്റെ കേസിലും എന്ത് ചെയ്യാം? 15 ഏക്കർ പ്ലസ് ഹോൾഡ് ചെയ്യാം. പബ്ലിക് റിലീജിയൻസിൻ്റെ കയ്യിലും ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലുള്ള ഭൂസ്വത്തിന് ഇത് ബാധകമായിരുന്നില്ല. അവർക്കും എന്ത് ചെയ്യാം? ദേ ക്യാൻ ഹോൾഡ് മോർ. ഇനി ഗവൺമെൻറ് കാലാകാലങ്ങളിൽ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് കൊണ്ടുവരുന്ന വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ലാൻഡിനോ ഈ ലാൻഡ് സീലിംഗ് ബാധകമല്ല. ഇതാണെന്ത്? എക്സെപ്ഷൻസും എക്സംഷൻസുമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി ഈ ബില്ലിന് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടായിരുന്നു. കാരണം അത് ഈ കേരളത്തിലെ CPM ഗവൺമെൻറ് മറ്റ് പ്രദേശങ്ങളിൽ ഈ ലാൻഡ് സീലിംഗ് നിയമം നടപ്പിലാക്കിയതിലുള്ള ഫെയിലിയർ മനസ്സിലാക്കിയിട്ടാണ്. കാരണം ലാൻഡ് സീലിംഗിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയെന്ന് പറയുമ്പം അതിൻ്റെ ക്രെഡിറ്റ് കേരളത്തിനും വെസ്റ്റ് ബംഗാളിനും വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനം പോലും ഇത്തരം ലൂപ്പ് ഹോൾസ് പ്ലഗ് ചെയ്തു എന്നുള്ളിടത്താണ്. അപ്പോൾ ഇവിടെ നോക്കേ എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 വരെ ഇൻഡിവിജ്വൽസിനായിരുന്നു ലാൻഡ് സീലിംഗ് വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ജനിച്ചവരുടെ പേരിലും ജനിക്കാനിരിക്കുന്നവരുടെ പേരിലും മരിച്ചുപോയവരുടെ പേരിലും വീട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പേരിൽ എന്തെഴുതി വെക്കുമായിരുന്നു? ഭൂമി എഴുതി വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള ആ ലാൻഡ് സീലിംഗ് നിയമത്തിനെ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് അവർ ഹോൾഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ഇത്തരം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇനി
ഈ പറയുന്നത് പോലെ എന്താണ് അവർ ബിനാമി ഏർപ്പാടുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിന് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിന് ഈ പറയുന്ന പോലെ ലാൻഡ് വകമാറ്റുമായിരുന്നു. സോ അതൊക്കെ പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗൗരിയമ്മയുടെ ബില്ല് എന്തൊക്കെ പ്രൊവിഷൻസ് ആയിരുന്നു ആഡ് ചെയ്തിരുന്നു നോക്കാം. പ്രിവെൻറ്റ് ലാൻഡ് ഓണേഴ്സ് ഫ്രം ഇവേഡിംഗ് ലാൻഡ് സീലിംഗ് ലോസ് ബൈ ട്രാൻസ്ഫറിങ് എക്സസ് ലാൻഡ് ടു റിലേറ്റീവ്സ് ഓർ അതേഴ്സ് ജസ്റ്റ് ബിഫോർ ദ ലാ ടുക്ക് എഫക്ട്. ഇങ്ങനൊരു നിയമം വരുന്നു, ബില്ല് അവതരിപ്പിച്ചു, ബില്ലിൻ്റെ പ്രൊവിഷൻ പബ്ലിക് ഡൊമൈനിലുണ്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ബില്ല് നിലവിൽ വരുന്നതിന് മുമ്പ് വസ്തുവെല്ലാം എഴുതി ബാക്കി എന്താ പറയേണ്ട ബിനാമി പേരിൽ വെച്ചേക്കാമെന്നുള്ളൊരു ദുർബുദ്ധി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ലാൻഡ് സീലിംഗ് ലിമിറ്റിന് മുകളിൽ ആർക്കും ലാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വിധം ഗൗരിയമ്മ എന്ത് ചെയ്തിരുന്നു, ഈ ഫ്യൂച്ചർ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തിരുന്നു. അതായത് 11 ഏപ്രിൽ 1957 എന്നുള്ള ഡേറ്റ് ഇവിടെയും വരുന്നുണ്ട്, ഡിസംബർ 18 1957 എന്നുള്ള ഡേറ്റ് വരുന്നുണ്ട്. ഈ വിൻഡോ പീരീഡിനിടയിൽ 2 തരത്തിലുള്ള സെയിൽ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അതായത് ഓൾറെഡി ധാരണയിലെത്തിയ ഡ്യൂ ആയിട്ടിരിക്കുന്ന സെയിലുകൾ ഈ വിൻഡോ പീരീഡിനുള്ളിൽ കമൻസ് ചെയ്തോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാസത്തെ ടൈം കൊടുത്തു, 5-6 മാസത്തെ ടൈം കൊടുത്തു. ഈ 6 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡ്യൂ ആയിട്ടുള്ള ഓൾറെഡി അതിന് രേഖകൾ വെക്കണം, ആ രേഖകൾ അനുസരിച്ചിട്ടുള്ള പഴയ സെയിൽ എന്ത് ചെയ്യാം, നടത്താം. ഇനി നാച്ചുറൽ അഫെക്ഷൻ, അതായത് ഹെറിഡിറ്ററി ആയിട്ടോ ഹെറിറ്റബിൾ ആയിട്ടോ മറ്റോ ഒക്കെ കൊടുക്കാനുള്ള നാച്ചുറൽ അഫെക്ഷൻ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് ഒരു പോയിന്റ് വിട്ടുപോയി പറയാനായിട്ട്. ഈ ഫിക്സിറ്റി ഓഫ് ടെന്യൂർ പറയുമ്പം ടെനൻസിൻ്റെ ടെന്യൂർ റൈറ്റ്സ് എന്ന് പറയുന്നത് കാർബ് പ്രകാരം, കാർബ് 57 പ്രകാരം, ഇനി കാർബ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മേക്ക് സെൻസ് ഫോർ യു. കാർബ് പ്രകാരം ഹെറിറ്റബിൾ ആയിരുന്നു, ഏലിയനബിൾ ആയിരുന്നില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹെറിറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പൗസിനോ മക്കൾക്കോ ഈ ടെനൻസി റൈറ്റ്സ്, ടെനൻസി റിഫോംസ് പ്രകാരമുള്ള അവകാശം കൈമാറാം. പക്ഷേ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു തേർഡ് പാർട്ടിക്ക് വിൽക്കാൻ സാധിക്കത്തില്ല. അതാണ് ഹെറിറ്റബിൾ ബട്ട് നോട്ട് ഏലിയനബിൾ എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക അവിടെ. ഇനി അടുത്ത എന്താ ഓർക്കണ്ടേ, ലൂപ്പ് ഹോൾസ് അടച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഒരു വിൻഡോ പീരീഡ് വെച്ചു 11 ഏപ്രിൽ 1957 തൊട്ട് 18 ഡിസംബർ 1957 വരെ ഒരു ടൈം പീരീഡ് ഓപ്പൺ ആക്കി കൊടുത്തു. ഈ ടൈം പീരീഡിനുള്ളിൽ പെൻഡിങ് ആയിട്ടുള്ള മെച്ചമുള്ള കച്ചവടങ്ങളെല്ലാം നടത്തിക്കണം. ഓക്കെ, അതിനുശേഷം ഒന്നും നടത്താൻ അനുവദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം വരുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിനാമി ട്രാൻസാക്ഷൻസ് ഒന്നും അനുവദിക്കത്തില്ല എന്നുള്ളത് നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എനി അറ്റംപ്റ്റ് ബൈ ലാൻഡ് ഓണർ ടു ഗിഫ്റ്റ് ഓർ സെൽ ദെയർ എക്സസ് ലാൻഡ് ടു അവോയ്ഡ് സറണ്ടറിങ് വാസ് ഡിസലൗഡ്. ലാൻഡ് വുഡ് സ്റ്റിൽ ബി ട്രീറ്റഡ് ആസ് എക്സസ് ലാൻഡ് അണ്ടർ ദ സീലിംഗ് ലോസ് ആൻഡ് അക്വയർഡ് ബൈ ദ സ്റ്റേറ്റ്. അങ്ങനെ ബിനാമി ട്രാൻസാക്ഷൻ നടത്തിയാൽ പോലും അതിനെ എക്സസ് ലാൻഡായിട്ട് പരിഗണിച്ചുകൊണ്ട് ആരത് കോൺഫിസ്കേറ്റ് ചെയ്യും? സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് അത് കോൺഫിസ്കേറ്റ് ചെയ്യും. ഇനി എന്താണ് ഈ മൂവിൻ്റെ സിഗ്നിഫിക്കൻസ്? മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടു പഠിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സമീന്ദാസ് എന്ന് പറയുന്ന ലാൻഡ് ഓണേഴ്സ് തന്നെയായിരുന്നു മിനിസ്ട്രിയിലും ഉണ്ടായിരുന്നത്. സോ അവരെന്ത് ചെയ്തതേ, അവർ ഈ പറയുന്നത് പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇത്തരം നിയമനിർമ്മാണങ്ങൾ, സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങൾക്ക് സ്റ്റേ വാങ്ങുകയോ അല്ലെങ്കിൽ ബിനാമി ട്രാൻസാക്ഷൻസിൽ ഏർപ്പെട്ടോ ഒക്കെ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുകയാണ് ഉണ്ടായത്. അവിടാണ് കേരളത്തിൽ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ എന്ത് ചെയ്തത്, ജനങ്ങൾക്കുള്ള പ്രോമിസ് നിലനിർത്തിക്കൊണ്ട് എല്ലാ ലൂപ്പ് ഹോൾസും പ്ലഗ് ചെയ്തത്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് ഹോൾസ് ഇറ്റ് ബ്ലോക്ക് ദ കോമൺ പ്രാക്ടീസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ലാൻഡ് ടു റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബിനാമീസ്, സ്ട്രെങ്തൻഡ് ലാൻഡ് റിഫോം, എൻഷുർഡ് ഇക്വിറ്റബിൾ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ പ്ലഗിംഗ് ലീഗൽ എസ്കേപ്പ് റൂട്ട്സ്, സിഗ്നൽഡ് ഗവൺമെൻറ് സ്പിൽ. ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കയ്യൊപ്പായിരുന്നു ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോഡ് ദാറ്റ് ദ സ്റ്റേറ്റ് വാസ് സീരിയസ് അബൌട്ട് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആസ് വാസ് നോട്ട് ഗോയിങ് ടു ലെറ്റ് ലാൻഡ് ഓണേഴ്സ് ബൈപ്പാസ് ദ ലോ. ഒരു തരത്തിലും ഈ നിയമം ബൈപ്പാസ് ചെയ്യില്ല എന്ന് ഗൗരിയമ്മ ബില്ലിൽ ഉറപ്പുവരുത്തിയിരുന്നു. ഓക്കെ, ഇനി ഈ സറണ്ടർ ചെയ്യപ്പെടുന്ന ലാൻഡ് എങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണല്ലോ, ഈ സറണ്ടർ ചെയ്യപ്പെട്ട ലാൻഡ് എങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത്തരത്തിൽ സറണ്ടർ ചെയ്യപ്പെട്ട ലാൻഡ്, സീലിംഗ് ലിമിറ്റിന് മുകളിലുള്ള ലാൻഡ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഏറ്റെടുക്കും. ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ലാൻഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബോഡിക്കുള്ള പ്രൊവിഷൻ കാർബ് 1957 ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ബോഡി എന്ത് ചെയ്യും? സ്പെഷ്യൽ ബോഡി ബെനിഫിഷ്യറീസിന് ഈ ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ബെനിഫിഷ്യറീസ് ആയിട്ട് ആരെയാണ് പരിഗണിക്കുന്നത്? ഭൂരഹിതരായിട്ടുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ചെറിയ ലാൻഡ് ഹോൾഡേഴ്സിനെ, അതായത് സീലിംഗ് ലിമിറ്റിന് താഴെയുള്ള കൃഷിഭൂമിയുള്ള ആവശ്യമായിട്ടുള്ള ആൾക്കാരെയും. അതിൽ പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്? ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഗിവൺ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. സ്മോൾ ഹോൾഡേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, വീക്ക് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, ഇവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കോൺഫിസ്കേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്യപ്പെട്ട ലാൻഡ് ലോഡ്സ് സറണ്ടർ ചെയ്ത ലാൻഡ് സീലിംഗ് നിയമം വഴി സറണ്ടർ ചെയ്യപ്പെട്ട ലാൻഡ് എല്ലാവർക്കും അപ്ലൈ ചെയ്ത എല്ലാവർക്കും വിതരണം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ലാൻഡ് ബോർഡ് വാസ് ആക്ച്വലി വെസ്റ്റഡ് വിത്ത് ദ എന്താ പറയേണ്ടത് റൈറ്റ് ടു കൺഫർ ദിസ് റൈറ്റ്. ആർക്ക് നൽകണമെന്നതിൻ്റെ അകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ, എലിജിബിലിറ്റി നോക്കി, അർഹത നോക്കി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഓതറൈസ് ചെയ്ത ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു ലീഗൽ ബോർഡാണെന്ത് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ നോക്കൂ, കോസ്റ്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് പർച്ചേസ് പ്രൈസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ലാൻഡ് ഫ്രീ ആയിട്ടല്ല വിതരണം ചെയ്തത്. ലാൻഡ് എന്തായിട്ടല്ല വിതരണം ചെയ്തത്? ഫ്രീ ആയിട്ടല്ല വിതരണം ചെയ്തത്. അത് പൈസ കൊടുത്ത് തന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഇനി എന്താണ് പ്രൈസ്? അത് ഷെഡ്യൂൾ 1 പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ 1 അത് പറയുന്നുണ്ട്. ദ വാല്യൂ ഓഫ് എനി സ്ട്രക്ചേഴ്സ്, അതിൻ്റെ അകത്ത് ആ ഭൂമിയിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സ്, ഹട്ട്, ഷെഡ്, അതിൻ്റെ വില ഉൾപ്പെടുത്തണം. പ്ലസ് അതൊരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും. പ്ലസ് 16 times ദ മാക്സിമം റെൻറ്റ് അലൗഡ് ഫോർ ദാറ്റ് ലാൻഡ്. ആ ഭൂമിയുടെ വലിപ്പം അനുസരിച്ചിട്ട് എത്രയാണോ അതിൻ്റെ ആനുവൽ റെൻറ്റ്, അതിൻ്റെ 16 മടങ്ങ് വിലയായിട്ട് നൽകണം. റെൻറ്റ് 100 രൂപയാണ് എങ്കിൽ എത്ര രൂപ നൽകണം? 1600 രൂപ നൽകണം. അപ്പോൾ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട് 2000 രൂപയ്ക്കെങ്കിൽ ഈ മൊത്തം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് എത്ര രൂപ കൊടുക്കണം? അവിടെ 2000 + 1600, 3600 രൂപ നൽകേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ആളുകൾക്ക് പൈസ ലാൻഡ് ബോർഡിന് കൈമാറിക്കൊണ്ട് ഭൂമി വാങ്ങാം. ലംസമായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും വാങ്ങാനുള്ള അനുമതി ഉണ്ടായിരുന്നു. സോ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി എന്ത് സംഭവിച്ചു? ഇതല്ലേ ക്ലൈമാക്സ്. ഇത്രയും പ്രോഗ്രസീവായ കാർബ് ബില്ല്, 1ാം CPM ഗവൺമെൻറ് കൊണ്ടുവന്ന കാർബ് ബില്ലിന് എന്ത് സംഭവിച്ചു? ബില്ല് 57 ഡിസംബറിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ല് 59 ജൂണിൽ കേരള ലെജിസ്ലേച്ചർ വൻ പിന്തുണയോടുകൂടി തന്നെ പാസ്സാക്കുന്നുണ്ട്. കാരണം എന്താണ്? കർഷകരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നിയമനിർമ്മാണമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പിന്തുണയോടുകൂടി തന്നെ ബില്ല് എവിടെ പാസ്സാവുന്നുണ്ട്? 1950 പാസ്സാവുന്നുണ്ട്. ഈ ജനപിന്തുണ തന്നെയാണ് 1ാം CPM ഗവൺമെൻറ്റിന് തിരിച്ചടിയായത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് വാസ് ഓൾസോ എ മെഷർ എയിംഡ് അറ്റ് ഫോർസ്റ്റാളിംഗ് ദ എഫേർട്സ് ഓഫ് ലാൻഡ് ലോഡ് ക്ലാസ്. ഇവിടുത്തെ വരേണ്യ വർഗത്തിൽ പെടുന്ന, ഉയർന്ന ജാതിയിൽ പെടുന്ന ആൾക്കാരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സസ് ലാൻഡ് കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും പ്ലഗ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമായതുകൊണ്ട് തന്നെ അത് ആരെ ഇറിറ്റേറ്റ് ചെയ്തു? ഇവിടുത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്തു. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കേരള എഡ്യൂക്കേഷൻ ബില്ല് അറിയാം. അപ്പോൾ കാർബ് ബില്ലും കേരള എഡ്യൂക്കേഷൻ ബില്ലും CPM ഗവൺമെൻറ്റിനെതിരെ ഇവിടുത്തെ നായർ പ്രമാണിമാരും അതുപോലെ തന്നെ ചർച്ചും തിരിയുന്നതിന് കാരണമായി. നിങ്ങൾ നിവർത്തന അജിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. NSSും അതുപോലെ തന്നെ ഇവിടുത്തെ ചർച്ചുകളും കൂടെ നടത്തിയ ഒരു അജിറ്റേഷനാണ് കേരള ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതിന് ആരുടെ പിന്തുണ കിട്ടി? കോൺഗ്രസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടീസിൻ്റെ പിന്തുണ കിട്ടി. ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റിനെ സസ്പെൻഡ് ചെയ്യുന്നു? ജൂലൈ 31, 1959 ഈ 1ാം EMS മന്ത്രിസഭയെ സസ്പെൻഡ് ചെയ്ത് കേരളത്തിൽ എന്ത് വരുന്നടേ? കേരളത്തിൽ ഈ പറയുന്നത് പോലെ പ്രസിഡൻസ് റൂൾ വരികയാണ്. ഏറ്റവും അൺലക്കി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പാസ്സാവുന്നത് ജൂൺ 1959 2 മാസത്തിനുള്ളിൽ അല്ലെ 1 മാസത്തിനുള്ളിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? വിത്തിൻ 2 months എന്ത് നടക്കുന്നു? കേരളത്തിലെ അസംബ്ലി, കേരളത്തിലെ ഭരണം ഈ പറയുന്നത് പോലെ പ്രസിഡൻസ് റൂളിന് വഴിമാറുകയാണ്. മിനിസ്ട്രി താഴെ പോവുകയാണ്. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM ഗവൺമെൻറ്റിന് ഈ നിയമം ഇനാക്ട് ചെയ്യാനോ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ സാധിച്ചില്ല. കാർബ് ഈ പറയുന്നത് പോലെ സഭയിൽ പാസ്സായെങ്കിലും ഇതിൻ്റെ പ്രൊവിഷൻസ് നടപ്പിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ബ്രീഫ് പീരീഡിൽ മാസങ്ങളോളം നീണ്ട പ്രസിഡൻസ് റൂളായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് PRP സഖ്യം അധികാരത്തിൽ വരുന്നുണ്ട്. അവരാണ് കേരളത്തിലെ സെക്കൻഡ് മിനിസ്ട്രി. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഈ പറയുന്നത് പോലെ ഈ കാർബ് ബില്ല് നന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു ഡൈല്യൂട്ടഡ് വെർഷൻ ഫെബ്രുവരി 1961 ഇനാക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് 1960 എന്ന് പറയുന്നത്. അത് ഇനാക്ട് ചെയ്ത ഡേറ്റാണ് 61, പക്ഷേ ആക്ട് അറിയപ്പെടുന്നത് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് 1960 അപ്പോൾ അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് 1960 ഫീച്ചേഴ്സാണ്. ഇതിനെയും കാർബിനെയും നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് ഫോളോയിങ് ദാറ്റ് 1963 കേരള ലാൻഡ് റിഫോംസ് ആക്റ്റും 69 കേരള ലാൻഡ് റിഫോംസ്
അമെൻമെൻറ്റ് ആക്റ്റും കൂടെ പഠിച്ച് കഴിയുമ്പം നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. സോ എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മെയിൻസിന് ഈ ക്വാളിറ്റിയിലുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ പെയ്ഡ് കോഴ്സ് തീർച്ചയായിട്ടും പരിഗണിക്കുക. പരിഗണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിൽ ആണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. സോ പഴുതടച്ചുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഉറപ്പ് നൽകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എക്കണോമിക്സിൽ ആ 30 മാർക്ക് ഞാൻ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ സെഷനിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു 80-90% മാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.